ഇത്തരം വേദിയിൽ വരുമ്പോൾ സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സൈലൻസാണ് ഇവിടുത്തെ ഏറ്റവും വലിയത്. പക്ഷേ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും ഒരു മിമിക്രിയൊക്കെ കാണിച്ചുകൂടെ ഞങ്ങളുടെ ആൾക്കാർക്ക് എന്ന് ചോദിച്ചു അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരു മാതൃകയാക്കിയിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഉലക നായകനുമായ ശ്രീ കമലഹാസൻ ഒരുപക്ഷെ ഈ വേദിയിൽ വന്ന് രണ്ട് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. அனைவருக்கும் என் பணிவார்ந்த வணக்கத்தை தெரிவிக்கிறேன். அந்த அரசியலுக்கு வரத்துக்கு முன்னாடி எனக்கு ஒரு அரசியல் வாரிசு இல்லை, நான் அரசியல் ஒரு குருநாதராக பார்க்குறது தான் அவரை பார்க்குறதுக்கு தான் நான் ட்ரிவாண்ட்ரம் வந்து அவரை சந்திக்க முடிஞ்சது. எல்லா இடத்துல போகும்போது கேட்பாங்க, எப்போ அடுத்த படம் பண்ண போகிறீங்கன்னு, எப்போ நீங்கள் அரசியலுக்கு வர போகிறீங்கன்னு கேட்டிருக்காங்க. அதுக்கு நல்லா ஒரு இது ஆல்ரெடி வந்துட்டு. ஸோ ஆல் த வெரி பெஸ்ட் ஃபார் பினராயி பீப்புள் அண்ட் பினராயி பெருமா. யா, தேங்க்யூ ஸோ മച്ച്. ഇത്തരം വേദികളിൽ വരുമ്പോഴാണ് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും പല വേദികളിലും പറയാറുള്ളതാണ്. പലപ്പോഴും പലരും ചോദിക്കുമ്പോഴും ഞാൻ പറയും, അതെൻ്റെ സ്വകാര്യ അഹങ്കാരമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പലപ്പോഴും പലരോടും പറയാറുണ്ട്. മറ്റൊന്നുമല്ല, മലയാള സിനിമയിൽ എത്രയോ നടീനടന്മാരുണ്ട്. പക്ഷേ അവർക്കാർക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യം ഞാൻ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. മറ്റൊന്നുമല്ല, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതേപോലെ തിങ്ങിക്കൂടുന്ന അമ്പലപ്പറമ്പുകളിലും ഉത്സവപ്പറമ്പുകളിലുമൊക്കെ അവരിലൊരാളായി അവിടെ നിന്നുകൊണ്ടൊരു മേളപ്രമാണിയായി നിന്നുകൊണ്ട് ഈ ജനലക്ഷങ്ങളുടെ കയ്യടികൾ ഏറ്റുവാങ്ങാൻ നേരിട്ട് കഴിയുന്ന, എനിക്ക് തോന്നുന്നു ഒരേ ഒരു നടൻ ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളെനിക്ക് തന്നിട്ടുള്ള ആ ഒരു ഔദാര്യം, നിങ്ങളെനിക്ക് തന്നിട്ടുള്ള ആ സ്നേഹം, അതിന് തിരിച്ചു നൽകാൻ നന്ദി എന്ന രണ്ടക്ഷരം മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്.